എല്ലാ ആഴ്ചയും കുറേ ആൾക്കാർ വന്നിട്ട് നമ്മൾ സംസാരിക്കും, നമ്മളോട് ഡിസ്കഷൻസ് വരും, നമ്മൾ ബിസിനസ് പാർട്ട്ണർഷിപ്സും ബിസിനസ് പിച്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കുറേ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണ് പിള്ളേർ വരുന്നുണ്ടാവും. പുതിയ പ്രൊഡക്റ്റ്, പുതിയ മാർക്കറ്റ്, പുതിയ പാർട്ട്ണർഷിപ്സ്, ഇങ്ങനെ പല ഡിസ്കഷൻസും നമ്മളിവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ കൂടുതലും നമ്മൾ കാര്യങ്ങളിൽ പറയാറുള്ളത് ഞാൻ നോ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് കൂടുതലും നോ തന്നെയാണ് പറയാറുള്ളത്. അതിന് പല റീസൺസ് ഉണ്ട്. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഐഡിയ മോശമായിട്ടൊന്നോ അല്ലെങ്കിൽ അവരുടെ ഐഡിയ ചിലപ്പോൾ പ്രശ്നമായതുകൊണ്ടൊന്നും ആയിരിക്കില്ല. ഐഡിയ കറക്റ്റ് ആയിരിക്കും, നല്ല സൂപ്പർ ഐഡിയ ഒക്കെ ആയിരിക്കും. പക്ഷേ അതിൽ സം കണ്ടീഷൻസ് സം ഫിൽറ്റേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ അവർക്ക് ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് അത് മാച്ച് ആവാത്ത അല്ലെങ്കിൽ അത് എലിജിബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് മോസ്റ്റ്ലി നോ പറയാറുള്ളത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ എൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് ഫിൽറ്റേഴ്സ്, ഞാൻ നോക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള. എല്ലാ ഇൻവെസ്റ്റേഴ്സും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതല്ല, പക്ഷേ മോസ്റ്റ്ലി കുറേ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങളുടെ കൂടെ പാർട്ണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ പൊതുവെ നിങ്ങൾ ഈ ഒരു ഫിൽറ്ററിലൂടെ ആയിരിക്കും ഗോ ത്രൂ ചെയ്യുന്നുണ്ടാവുക. സോ ആ ഫിൽറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ മൊത്തത്തിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന 4 ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ്. ഈ 4 ഫിൽറ്റേഴ്സിലും ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ബിസിനസ്സിനെയും ഇതുപോലെ ഈ ഫിൽറ്ററിലൂടെ നിങ്ങൾ തന്നെ ഒരു സെൽഫ് വാലിഡേഷൻ ചെയ്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അടുത്ത മീറ്റിംഗ്, അടുത്ത ഡിസ്കഷനിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 4 ഫിൽറ്റേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. ഫിൽറ്റർ 1 എന്ന് പറയുന്നത് ഇസ് ദ പ്രോബ്ലം ഈസ് റിയൽ എന്നുള്ളതാണ്. അതായത് ശരിക്കും ഇതൊരു പ്രശ്നമാണോ എന്നുള്ളത് തന്നെയാണ് ആ ചോദ്യം. അതായത് എന്താണ് അതിൽ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ, ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സമയത്ത് ഞാൻ കുറേ ഫൗണ്ടേഴ്സിൽ കണ്ടിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൊല്യൂഷൻ ആദ്യം കണ്ടെത്തും, എന്നിട്ട് അതിന്റെ പ്രോബ്ലം ഉണ്ടാക്കാൻ നോക്കും. അതായത് അവർ ആദ്യം കണ്ടെത്തുന്നത് എന്താണ്, സൊല്യൂഷനാണ്. എന്നിട്ട് അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് അവർ എന്ത് ചെയ്യും, ഫൈൻഡ് ചെയ്യാൻ നോക്കുക, ആ പ്രോബ്ലംസ് തിരഞ്ഞെടുക്കുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് കൂടുതലായിട്ട് ഇപ്പോൾ ഫൗണ്ടേഴ്സിന്റെ ഇടയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. കാരണം ഇതിന്റെ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഇതിൽ ആളുകൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന റിയൽ പ്രോബ്ലം ആണോ, ആളുകൾക്ക് ശരിക്കും ഇത്ര ഈ പ്രശ്നമുണ്ടോ, നിങ്ങളിത് സോൾവ് ചെയ്യാൻ മാത്രമൊക്കെയുള്ള ഒരു പ്രശ്നം ആളുകൾക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് പ്രോബ്ലം ആണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് സംസാരിച്ച് തോന്നിപ്പിക്കുകയാണോ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ക്ലാരിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ്. ആ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള ഒരു ബാഡ് വെർഷൻ, ഇപ്പോൾ ഇതിൽ ഇങ്ങനെ പോസിറ്റീവ് സൈഡ് കൂടെ നോക്കട്ടോ. പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ബാഡ് വെർഷൻ ആണുള്ളത്, അതിന് ആളുകൾ പേ ചെയ്യുന്നുണ്ട്, ആളുകൾ ചിലവാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഡിമാൻഡ് എന്താണ്, പ്രൂവൺ ആണ്. സോ ആ ഡിമാൻഡ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ല, പ്രശ്നമില്ല. സോ ഐ ഡോണ്ട് ഹാവ് ടു ക്രിയേറ്റ് എ ബിഹേവിയർ, ഐ ജസ്റ്റ് ഹാവ് ടു ഓഫർ എ ബെറ്റർ ഓപ്ഷൻ. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കസ്റ്റമർ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഓൾറെഡി ആ കസ്റ്റമർ ബിഹേവിയർ ഉണ്ട്, ആളുകൾ അതിന് പേ ചെയ്യുന്നുണ്ട്, പക്ഷേ ആളുകൾക്ക് നല്ല സർവീസ് കിട്ടുന്നില്ല. അവിടെ നമ്മൾ നല്ലൊരു സർവീസ്, നല്ലൊരു സാധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഡിമാൻഡ് ഓൾറെഡി പ്രൂവൺ ആണ്. പക്ഷേ അവിടെ അല്ലാത്തൊരു സാധനത്തിൽ നമ്മളോട് കൊടുക്കുന്ന സമയത്ത് ആളുകൾ അത് ചെയ്യാൻ റെഡിയാണോ, അല്ലെങ്കിൽ ആളുകൾ അതിന് പേ ചെയ്യാൻ റെഡിയാണോ, ആളുകൾക്ക് ശരിക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മെജോറിറ്റി കേസസിൽ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും റിപ്ലൈ ചെയ്യാറുള്ള സംഗതി പറയുന്നത്, ആരും ഇതിന് മുന്നേ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ആരും ഇതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല, ഇത് നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഭയങ്കര സ്കോപ്പ് ഉണ്ട്, നമ്മൾ തന്നെയാണ് ഇതിൽ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതിൽ അടുത്തൊരു പോയിന്റും കൂടി ഉണ്ട്. എന്തുകൊണ്ട് ഇതാരും ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇതാരും ചെയ്തില്ല, എത്രയോ ആളുകൾ ഇത് ആലോചിച്ചിട്ടുണ്ടാവും, ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും, പക്ഷെ എന്തുകൊണ്ട് ഇത് വർക്കായില്ല, അതിനെക്കുറിച്ചും കൂടി അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു പോയിന്റും കൂടി അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അതിലൊരു വലിയ പെർസെന്റേജിലും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾക്ക് ആവശ്യമില്ല എന്നുള്ളതും കൂടിയാണ് അതിന്റെ ഉത്തരം. അപ്പോൾ ആളുകൾ ആരും ചെയ്യണില്ല എന്ന് പറയുമ്പോൾ ആർക്കും അത് ആവശ്യമില്ല എന്നുള്ളതും കൂടി ഉത്തരം പല കേസസിലും ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഇസ് ദ പ്രോബ്ലം റിയൽ എന്നുള്ള ഫസ്റ്റ് ഫിൽറ്ററിന്റെ അകത്ത് വരുന്ന സംഗതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ആവശ്യമുണ്ടോ, ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ആളുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, ആളുകൾക്ക് അത് പ്രോപ്പറായിട്ട് അവയർനെസ് ഉണ്ടോ, അത് ആളുകൾക്ക് സോൾവ് ചെയ്യണമെന്ന് ഇന്റൻഷനിൽ ഉണ്ടോ, അതിന് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പേ ചെയ്യാൻ അവർ റെഡിയാണോ, പേ ചെയ്തിട്ടുണ്ടോ, അത് എത്രത്തോളം യൂസേഴ്സ് റെസ്പോൺസിബിൾ ആണ്, അവരുടെ ഫീഡ്ബാക്ക് എന്താണ്, അവർ എത്രത്തോളം അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അവർ എന്താണ് ആക്ച്വലി അവർക്ക് വേണ്ടതെന്ന് അവർ പറയുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ പ്രോപ്പർ മാർക്കറ്റ് റിസർച്ച് ഡാറ്റ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഒരു ഫിൽറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ആ പ്രശ്നം ഉള്ളത് തന്നെയാണോ, അത് സോൾവ് ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. വൈ നൗ, എന്തിനിപ്പോൾ എന്ന് ചോദിക്കുക, ഇതിപ്പോൾ ചെയ്യാനുള്ള റീസൺ എന്താ, ഇപ്പോൾ ഇത് ചെയ്യാനുള്ള റീസൺ എന്താ എന്നുള്ളതാണ്. അപ്പോൾ ആ ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് റെഡിനെസ്സിനെ കമ്പയർ ചെയ്തിട്ടാണ്. കാരണം നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ റെഡി ആണെന്നുള്ളതല്ല ടൈമിംഗ് റെഡി ആണെന്നുള്ളത്, മാർക്കറ്റിൻ്റെ ടൈമിംഗ് ആണ് മാർക്കറ്റിൻ്റെ റെഡിനെസ്, മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുന്നത്. സോ റോങ് ടൈമിലുള്ള കറക്റ്റ് ഐഡിയാസ് എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് ഫെയിലർ ആവും അല്ലേ. നമുക്ക് കാരണം നമ്മൾ കുറേ മോഡൽസ് നമ്മൾ പറയാറുണ്ട്, കാലം തെറ്റി സഞ്ചരിച്ച ബിസിനസ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, കാലം തെറ്റി സഞ്ചരിച്ച സിനിമയാണ് നമ്മൾ പറയാറുണ്ട്, അങ്ങനെ പല സംഗതികൾ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ആ കാലത്തിനും അന്നത്തെ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള ബിസിനസ് മോഡൽ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ പറയാം, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയാം, കേരളത്തിൽ ഡ്രോണിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, ഒരാൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഡ്രോൺ ഉണ്ടാക്കിയിട്ട് മെഷീൻ വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഡ്രോണിൽ സഞ്ചരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ആൾക്കാർക്ക് ഇവിടെ ആവശ്യമില്ല, കാരണം ഇവിടെ ആൾക്കാർക്ക് എപ്പോൾ ആവശ്യമുള്ളൂ. ഇപ്പോൾ ദുബായിലൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, അതോടെ ഇവിടെയും വരും. പക്ഷേ ദുബായിൽ വന്നിട്ടുള്ള എന്താണ്, ദുബായിൽ അത്രയും ട്രാഫിക് കൺജഷൻ ഉണ്ട്, അത്രയും ക്രൗഡ് പുള്ളിങ് ആണ്, അത്രയും വലിയ ബൈയിങ് കപ്പാസിറ്റി ഉള്ള ക്രൗഡ് അവിടെ ഉണ്ട്. സോ ആ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവർ പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിനുള്ള പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നടക്കും. സോ നമ്മുടെ മാർക്കറ്റ് റെഡി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അതിന്റെ ടൈമിങ്ങിനനുസരിച്ചാണ് അവിടെ ചെയ്യേണ്ടത്. അതേസമയം ഇതുപോലെ തന്നെയായിരുന്നു ഒരു സമയത്ത് നമ്മൾ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ഇൻഡസ്ട്രിയിൽ, ക്വിക്ക് ഡെലിവറി ഇൻഡസ്ട്രിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വിക്ക് കൊമേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു
6 years അല്ലെങ്കിൽ 7 years ബിഫോർ ക്വിക്ക് കൊമേഴ്സ് തുടങ്ങിയ ആളുകൾ സസ്റ്റെയിൻ ചെയ്തവർ മാത്രമാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു മിനിമം ട്രാക്ഷൻ അവിടെ ഉണ്ട്, അവിടെ ബിഹേവിയർ ഓൾറെഡി ഉണ്ട്, അവിടെ മാർക്കറ്റ് റെഡിയാണ്, ഇപ്പോൾ ടൈമിംഗ് റെഡിയാണെന്നുള്ളതാണ്, ആളുകൾ അതിന് പേ ചെയ്യാൻ റെഡിയാണ്, കൺവീനിയൻസിന് പേ ചെയ്യാൻ റെഡിയാണ്. സോ അവിടെ പേ ചെയ്യാൻ റെഡിയാണോ, ഇപ്പോൾ മാർക്കറ്റിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ടോ എന്നുള്ള മാർക്കറ്റ് റെഡിനെസ് നിർബന്ധമായിട്ട് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ടൈമിലുള്ള കറക്റ്റ് ഐഡിയ വരെ ഫെയിൽ ആകും എന്നുള്ളതും, ആൻഡ് ടൈമിംഗ് നിങ്ങളുടെ റെഡിനെസ് അല്ല മാർക്കറ്റിൻ്റെ റെഡിനെസ് ആണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് അതിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ട്രിഗറിങ് ട്രെൻഡ് എന്നുള്ളതാണ്. ട്രിഗറിങ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് നടക്കാനുള്ള ടെക്നോളജിയും ബിഹേവിയറൽ ചേഞ്ചുകളൊക്കെ മാർക്കറ്റിൽ ഉണ്ടോ, നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇവിടെ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള ടെക്നോളജി സെറ്റപ്പുകളും അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ആളുകൾക്ക് അതിൻ്റെ ഒരു ബിഹേവിയർ ചേഞ്ച് ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ടോ, ആളുകൾ ഇതിലോട്ട് അഡാപ്റ്റ് ആയി വന്നിട്ടുണ്ടോ എന്നുള്ളതിന് ഒരു ട്രിഗറിങ് ട്രെൻഡ്, ആ ട്രെൻഡ് നമ്മൾ ഒന്ന് മനസ്സിലാക്കി അനാലിസിസ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതിന് വേണ്ട ഒരു പേയ്മെന്റ് സിസ്റ്റവും, അതിന് വേണ്ട ഒരു കസ്റ്റമർ സ്പെൻഡിങ് കപ്പാസിറ്റിയും, അതിന് വേണ്ട ലോജിസ്റ്റിക് ഫെസിലിറ്റീസും, അതുപോലെ തന്നെ അതിന് വേണ്ട ഇന്റർനെറ്റ് ഫെസിലിറ്റീസ്, വടവർ അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റി സ്ട്രക്ചേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണോ, നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണോ, നമുക്കത് ആക്സസിബിൾ ആണോ, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഉള്ളത്, അതിന്റെ ലീഗൽ ഫ്രെയിം വർക്ക്സ് എന്താണ്, അതിന്റെ ഡ്യൂ ഡിലിജൻസ് പ്രോസസ്സുകൾ എന്താണ്, അതിന്റെ ലൈസൻസിങ് സൈഡിൽ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നതാണോ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സുകളാണോ എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിട്ട് ആ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്ന് ഉറപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിൻഡോ. അതായത് വിൻഡോ എന്ന് പറയുമ്പോൾ ബേസിക്കലി വിൻഡോ കോൺസെപ്റ്റ് പറയുന്നത് വെച്ചാൽ ഒരു 18 മാസത്തിനുള്ളിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ടോ. അതായത് 18 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ബിൽഡ് ചെയ്ത് മേലെ എത്തുമ്പോഴത്തേന് ആ വിൻഡോ പോയിട്ടുണ്ടാവുമോ, നമുക്ക് ആ വിൻഡോ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയി പോകുമോ എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് നോക്കേണ്ടത്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു സ്കോപ്പ് ഉണ്ട്, ഈ ഒരു 6 മാസത്തേക്ക് അത് ബിസിനസ്സാണ് എന്ന് വെച്ചിട്ട് അത് ലോങ് ലാസ്റ്റിംഗ് ബിസിനസ് ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡിന്റെ സമയത്ത് കുറേ ആൾക്കാർ മാസ്കിന്റെ കച്ചവടം തുടങ്ങി. കോവിഡ് കഴിഞ്ഞ ആൾക്കാർ മാസ്ക് ഉപയോഗിക്കാതായപ്പോൾ അത്രയും പ്രൊഡക്ഷൻ തുടങ്ങിയ ആൾക്കാർ എന്തായി, അത്രയും സപ്ലൈൻ്റെ ആവശ്യമുണ്ടോ, ഡിമാൻഡ് അവിടെ കുറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ഓഫ് ടൈമിലോട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റ് അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കുറച്ച് കാലത്തേക്ക് വേണ്ടി സാധനം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് അത് ബിൽഡ് ചെയ്ത് നമ്മൾ എത്തി വരുമ്പോഴത്തേക്കും ആ മാർക്കറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായി, അപ്പോൾ ആ ഒരു സമയം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചുള്ളൊരു ടൈമിംഗ് പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം. സോ ടൈമിംഗ് ഇൻഡ്യൂഷൻ അല്ല, ടൈമിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർ അനാലിസിസ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ നമ്മളുടെ ഒരു ഫിൽറ്ററിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എക്സിക്യൂഷൻ റെഡിനെസ് എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ ഫിൽറ്റർ. അതായത് ഒരു 3 year ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ റിയാലിറ്റി, റൈറ്റ് ഐഡിയ ആൻഡ് റോങ് ടീം. അത് വേറെ ആരോ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു ഗുഡ് ഐഡിയ മാത്രമാണ്. അതായത് നമ്മൾ നല്ല ഐഡിയ ആയിട്ടൊരു ടീം നമ്മളെടുത്ത് വരികയാണ്, പക്ഷേ അവർ റോങ് ടീം ആണെന്നുണ്ടെങ്കിൽ, റോങ് ടീം ഇൻ ദ സെൻസ് അവർ എക്സിക്യൂഷൻ ചെയ്യാനുള്ള പവർ ഇല്ലാത്ത ആൾക്കാരാണ്, അതിനുള്ള കാലിബർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അവർ കൊണ്ടുവന്ന് മാർക്കറ്റിൽ ട്രൈ ചെയ്താലും അതിൽ വേറെ നല്ലൊരു ടീം വന്നിട്ട് ഈസി ആയിട്ട് ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന സംഭവമായിരിക്കും, അവർ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സംഭവമായിരിക്കും. ഇവരത് എന്ത് ചെയ്യില്ല, ബിൽഡ് ചെയ്ത് അവിടെ എത്തുകയും ചെയ്യില്ല. അപ്പോൾ അതവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, റിയാലിറ്റി അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ ആ ഒരു ടീമിനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട്, അവർക്ക് ക്വാളിഫിക്കേഷൻ എത്രത്തോളം ഉണ്ട്, എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളവിടെ നോക്കുന്നതാണ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് വരാറുള്ളത് ഇതിനാവശ്യമായുള്ള എക്സ്പെർട്ടീസ് അവർക്കുണ്ടോ, അതിനുള്ള റിലേഷൻഷിപ്സ് കണക്ഷൻസ് അവർക്കുണ്ടോ, അതിനുള്ള ഫെസിലിറ്റീസ് അവർക്കുണ്ടോ, അതുപോലെ തന്നെ അതിനുള്ള നോളജ് അവരുടെ കയ്യിലുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ അത് എത്തിക്കാനുള്ള ആ റിസോഴ്സസ് ഒക്കെ അവരിലോട്ട് കൊണ്ടുവരാനുള്ള ഫെസിലിറ്റി നമുക്കോ അവർക്കോ ഉണ്ടോ, അതൊക്കെ ആക്സസിബിൾ ആണോ, അതിന് വേണ്ട വെൻഡേഴ്സ് ആയിക്കോട്ടെ, അതിന് വേണ്ട യൂണിറ്റ്സ് ആയിക്കോട്ടെ, മെഷീനറീസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ, അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ആൻഡ് അവിടെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്കിതിൽ ലൈക്ക് ഇപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ എനിക്കിതിലൊരു 3 years കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇനീഷ്യലി നമ്മൾ തുടങ്ങുന്ന സമയത്ത് ലോഞ്ചിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഗ്രോത്ത് ഒക്കെ ഒന്ന് സ്ലോ ആയി വരുമ്പോൾ അവിടെ കുറച്ച് ടഫായിട്ട് കാര്യങ്ങൾ വരും. ആ ടഫായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു 2ാമത്തെ വർഷമൊക്കെ എത്തുമ്പോഴത്തേക്കും അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട്, തുടക്കത്തിലുണ്ടായിരുന്ന അതേ എന്തൂസിയാസത്തോട് കൂടിയിട്ട്, എനർജിയോട് കൂടിയിട്ട് അത് വീണ്ടും നമുക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു 3 year കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നമുക്ക് ഇതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഇടാനില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് സ്റ്റാർട്ട് ഇറ്റ്. അങ്ങനെ തന്നെ ഞാൻ പറയും, അത് സ്കിപ്പ് ചെയ്യാനാണ് പറയാം. അങ്ങനെ തന്നെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 3 year കമ്മിറ്റ്മെൻറ്റ് ഒന്നുമില്ല, ഷോർട്ട് ടേം പീരീഡിൽ കുറച്ച് ഗ്യാപ്പിൽ ബ്രേക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ആയിട്ട് വന്നൊക്കെയാണെങ്കിൽ നമ്മൾ അതിന് നിൽക്കത്തില്ല, നമ്മളത് അപ്പം തന്നെ ഫിൽറ്റർ ചെയ്ത് കളയാണ് ചെയ്യുക. സോ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അടുത്തൊരു 3 വർഷത്തേക്ക് ഞാൻ ഇതിൽ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കും, അത് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ളതിന് ക്ലാരിറ്റി വെച്ചിട്ടായിരിക്കണം നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തൊരു 4ാമത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഡൗൺ സൈഡ് ക്ലാരിറ്റി എന്നുള്ളതാണ്. അതായത് പ്രോപ്പർലി പറഞ്ഞ റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളതാണ്. കാരണം എല്ലാ ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ സംസാരിക്കുക അതിൻ്റെ അപ്സൈഡ് മാത്രമായിരിക്കും. അപ്പോൾ ഞാനാണെങ്കിലും ഫൗണ്ടേഴ്സ് സൈഡിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വോയിസിൽ നമുക്ക് അതിൻ്റെ മോട്ടിവേഷനും അതിന് ഇൻസ്പിറേഷനും അതിൻ്റെ കോൺഫിഡൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ, നമുക്ക് അതിൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്സൈഡ് മാത്രമായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേ ആ അപ്സൈഡിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്, ഇതിൽ വാട്ട് ഇഫ് ഇറ്റ് വർക്ക്സ് എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് അത് എന്തുകൊണ്ട് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൗൺ സൈഡ് മാക്സിമം എത്രത്തോളം ഉണ്ട്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല, എന്തെല്ലാം സംഭവിക്കാം, അതിൻ്റെ മാക്സിമം എന്തൊക്കെ സംഭവിക്കാവോ അത് നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അസസ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് ആ ധൈര്യമുണ്ട്. എന്താണെങ്കിലും ഇത്ര സംഭവിക്കാനുള്ളൂ എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും അല്ലേ. പണ്ടൊരു ഫിലിമിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സംഭവിക്കാൻ പോകുന്നതിൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു കൂൾ മൂടാന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് കേസിൽ അത്രയേ ഉള്ളൂ. അത്രത്തോളം റിസ്ക് മാക്സിമം വരാം. എന്തെല്ലാം റിസ്ക്കുകളാണ് ഉള്ളത്. അപ്പോൾ അവിടെ വാട്ട് ഇഫ് ഇത് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ലോസ് ചെയ്യും,
ടൈമാണോ, ക്യാപിറ്റലാണോ, ഓപ്പർച്യൂണിറ്റി ആണോ, എന്താണ് നമ്മൾ ലോസ് ചെയ്യുന്നത് എന്നതിന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് ലോസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. അത് ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ഫൈനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതും ആ റിസ്ക് നമുക്ക് അഫോർഡബിൾ ആണ് എന്നുള്ളതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് ആണ് അത് എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ലിമിറ്റ്, ഈ ലോസ് എൻ്റെ മറ്റു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന ലോസ് എൻ്റെ മറ്റ് ബിസിനസ്സുകളെ എഫക്റ്റ് ചെയ്യുമോ, എൻ്റെ ടീമിനെ സ്റ്റെബിലിനെ ബാധിക്കുന്ന സംഗതികളുണ്ടോ, ഇതൊക്കെ ഞാൻ ആ ഫിൽട്രേഷനിൽ നോക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഡിസിഷനിലോട്ട് വരുന്ന സമയത്ത് ഡൗൺ സൈഡ് സർവൈവബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ റിസ്ക് എടുക്കുള്ളൂ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റിസ്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ആ റിസ്ക് എടുക്കാൻ എന്ത് ചെയ്യുള്ളൂ, വില്ലിംഗ് ആവുള്ളൂ. എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും, അതിൻ്റെതായ ലോസും ഉണ്ടാവും. അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ അസസ് ചെയ്തിട്ട് അത് നമുക്ക് അഫോർഡബിൾ ആണോ നോക്കാനും, അത് നമുക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും. അതിനിപ്പോൾ എത്ര അപ്സൈഡ് പോവും, എത്ര കോടികൾ അതിൽ വരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര ബില്യൺസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലോ അതിൻ്റെ അപ്സൈഡ് എത്ര വലുതാണെന്നുണ്ടെങ്കിലും ഡൗൺ സൈഡിൽ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബേസ് നമ്മുടെ ഡൗൺ സൈഡിൽ എത്രത്തോളം ബാക്ക് പോവാം അത് ക്ലാരിറ്റി ഉണ്ട്, അതെനിക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനെന്ത് ചെയ്യുള്ളൂ, ഹാൻഡ് ഷേക്ക് കൊടുക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ബേസ് തകർക്കുമെന്ന് തോന്നിയാൽ ഐ സേ നോ. കാരണം എൻ്റെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെയും സിസ്റ്റംസിനെയും അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര അപ്സൈഡ് പോകേണ്ട സാധനമാണെന്നുണ്ടെങ്കിലും ആ റിസ്ക് ഞാൻ എടുക്കാൻ വില്ലിംഗ് ആവില്ല. അപ്പോൾ എനിക്ക് സസ്റ്റൈനബിലിറ്റി കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം എനിക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. സോ ആ നാലാമത്തെ ഫിൽറ്ററിൽ ആ ഒരു ഡൗൺ സൈഡ് ക്ലാരിറ്റിയും കൂടി വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഡിസിഷനിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തിലുള്ള റിസ്ക് മാനേജ്മെൻറ്റും കൂടിയാണ് നമ്മളിവിടെ വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ 4 ഫിൽറ്റേഴ്സാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ദ പ്രോബ്ലം റിയൽ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ടൈമിംഗ് ആണ് രണ്ടാമത്തെ, വൈ നൗ എന്നുള്ള ഫാക്ടറാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സിക്യൂഷൻ റെഡിനെസ്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഡൗൺ സൈഡ് ക്ലാരിറ്റി, റിസ്ക് മാനേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ടാണ് നാലാമത്തത്. അപ്പോൾ ഈ 4 ഫിൽറ്റേഴ്സ് നിങ്ങളുടെ പ്രോജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ, പുതിയ പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടോ, അത് ഫിൽറ്റേഴ്സ് 4 നിങ്ങൾ പാസ്സാവും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെടുത്ത് വരാം. നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, പാർട്ണർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഈ രീതിയിലുള്ള നല്ല നല്ല പ്രൊജക്ട്സുകളാണ് നമുക്കും ഇവിടെ ആവശ്യമുള്ളതാണ്. ആൻഡ് ഇതിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്കിൽ സൈഡ് വരുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്കിൽ തന്നെയാണ്. കാരണം പ്രാക്ടീസിൽ കൂടെയാണ് ഇത് നന്നായി നമുക്ക് വരാനുള്ളത്. അപ്പോൾ ഞാൻ ഒരുപാട് ബിസിനസ് ഐഡിയാസ് കണ്ട്, ഒരുപാട് ബിസിനസ് ചെയ്ത്, ഒരുപാട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഫെയിലിയേഴ്സും മിസ്റ്റേക്സും സക്സസും ഒക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിതിൽ കറക്റ്റായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യാൻ, കറക്റ്റായിട്ട് എന്ന് പറയുമ്പോൾ അതിൽ മിസ്റ്റേക്സ് വരാം, പക്ഷേ ആ മിസ്റ്റേക്സിനെ നമ്മൾ അസസ് ചെയ്തിട്ട് ആ ഓപ്പർച്യൂണിറ്റീസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്കില്ലായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇവാലുവേഷൻ എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഈ ഫിൽറ്ററിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ റിയൽ പ്രോബ്ലം റൈറ്റ് ടൈമിങ്ങിൽ എക്സിക്യൂഷൻ റെഡിനെസ് ആയിട്ട് സർവൈവബിൾ ഡൗൺ സൈഡോട് കൂടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 4 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു സ്കെയിലിൽ നമുക്ക് അതിലെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കാറുള്ളത് എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോ ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഫിൽറ്റേഴ്സിലൂടെ നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റിനെ, ആ സ്റ്റാർട്ടപ്പിനെ, ആ ബിസിനസ്സിനെ ഫിൽറ്റർ ചെയ്ത ശേഷം മാത്രം ഡിസിഷൻസ് എടുക്കുക. ഇനി ഇതെല്ലാം ഇവരിതിന് വില്ലിംഗ് അല്ല, റെഡി അല്ല, എത്ര വലിയ ഐഡിയ ആണ് അല്ലെങ്കിൽ ഒബ്വിയസ്ലി റൈറ്റ് ഡിസിഷൻ ആണെന്നൊക്കെ നമുക്ക് തോന്നിയാലും നമ്മൾ അതിനെ കൃത്യമായിട്ട് നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫിൽറ്റർ ചെയ്യണമെന്നാണ് ഞാൻ പറയുക. ആ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുക. അങ്ങനെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഡിസിഷൻ എടുക്കുക. ഇഫ് നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ലേൺ ടു സേ നോ. ഒരിക്കലും നമ്മൾ ലൈക്ക് യെസ് ആക്ച്വലി മാറ്റേഴ്സ് ആവുന്ന അവിടെയാണ്. നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നോ പറയുമ്പോഴാണ് നമ്മൾ പറയുന്ന യെസ്സിന് വാല്യൂ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊജക്റ്റ് ഈ പറഞ്ഞ ഫിൽറ്റേഴ്സിലൊക്കെ പാസ്സാവും എന്നുള്ള ഉറപ്പ് അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ മെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പ്രൊജക്റ്റിനെ വാല്യൂവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 4 ഫിൽറ്റേഴ്സ് ഏറ്റവും മിനിമം ആയിട്ട് ഈ 4 ഫിൽറ്റേഴ്സിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് നല്ല സ്കെയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് നല്ല ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇൻവെസ്റ്റർമാർക്ക് നല്ല ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും ആ ബിസിനസ്സിൽ നിന്ന് നല്ല വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജേർണിയിൽ ഉൾപ്പെടുത്തുക. അതിനനുസരിച്ചുള്ള ഇൻപുട്സ് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഓൾ ദി ബെസ്റ്റ് വിഷസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.